ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് ത്രികോണ മത്സരം അല്ല. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത് എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. എന്നാൽ ഈ പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രതികരിക്കുകയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. പ്രചരണം തുടങ്ങിയ സമയത്ത് ത്രികോണ മത്സരം എന്ന പ്രതീതിയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞതോടെ കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ LDF വലിയ മത്സരമൊന്നും കാഴ്ചവെക്കുന്നില്ല. പന്ന്യൻ എൻ്റെ വലിയ സുഹൃത്താണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചാരണം വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നില്ല. എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. NDAയിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളി. എനർജറ്റിക്കും പ്രൊഫഷണൽ പരവുമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമല്ലെന്ന് തന്നെയാണ് ശശി തരൂർ തുറന്നു പറയുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് ശശി തരൂരിനെതിരെ കോൺഗ്രസുകാരുടെ വൻ പ്രതിഷേധം തന്നെ നടന്നിരുന്നു. മണ്ഡല പര്യടനത്തിനിടെ തിരുവനന്തപുരം ബാലരാമപുരത്താണ് ശശി തരൂരിനെതിരെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത്. തരൂരിനെതിരെ പ്രവർത്തകർ കൂകി വിളിക്കുകയായിരുന്നു. തരൂരിന് വോട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രവർത്തകർ തരൂരിന് നേരെ ഷോൾ വലിച്ചെറിഞ്ഞു. തിരുവനന്തപുരം ബാലരാമപുരം ആലമുക്കിലാണ് പ്രതിഷേധം നടന്നത്. മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചേരിപ്പോരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. എം വിൻസെന്റ് MLAയുടെ മറുവിഭാഗം തരൂരിനെ കാത്തുനിന്നു. പക്ഷേ ഇവിടെ സ്വീകരണം വേണ്ടെന്ന് വിൻസെന്റ് പറഞ്ഞതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TS ലാലുവിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകളാണ് തരൂരിനെതിരെ രംഗത്തെത്തിയത്. ഇതിനിടെ പണം നൽകി വോട്ട് തേടിയെന്ന തനിക്കെതിരെ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പ്രസ്താവന നടത്തിയതിന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് രേഖാമൂലം ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ 18 വർഷവും കളങ്കരഹിതമായ പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകനാണ് താൻ. എന്നാൽ തന്നെ മാത്രമല്ല, സാമൂഹ്യ മതസംഘടനകളെ കൂടി അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ശശി തരൂർ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ താൻ ഉന്നയിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് തരൂർ മറുപടി പറയണമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ശശി തരൂർ മറുപടി നൽകണം. അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: എന്നിൽ നിന്ന് പണം കൈപ്പറ്റിയതായി താങ്കൾ ശശി തരൂർ പറയുന്ന സാമൂഹ്യ മതസംഘടനകളുടെ നേതാക്കൾ ആരാണ്? സമൂഹത്തിലെ മാന്യന്മാരായ വ്യക്തികളുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ നിങ്ങൾ അവരെ തന്നെ കരുവാക്കിയത് എന്തിന്? രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: താങ്കളുടെ 15 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമാന നിർദ്ദേശങ്ങളുമായി ഈ നേതാക്കളെ സമീപിച്ചിട്ടുണ്ടോ? അതോ അവരിൽ നിന്ന് അത്തരം വില കുറഞ്ഞ അഭ്യർത്ഥനകൾ താങ്കൾക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇനി മൂന്നാമത്തെ കാര്യം, തെറ്റായ വിവരങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നും തന്നോടും ഈ ബഹുമാന്യരായ വ്യക്തികളോടും നിരുപാധികം മാപ്പ് പറയണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി ക്രിയാത്മകമായ സംവാദത്തിൽ ഏർപ്പെടാം. പണം നൽകി വോട്ട് തേടിയെന്ന ആരോപണത്തിന് ശശി തരൂർ വ്യക്തമായ മറുപടി നൽകിയേ മതിയാകൂ. തിരുവനന്തപുരത്തെ സാമുദായിക സംഘടനാ നേതാക്കളെ മാത്രമല്ല, മണ്ഡലത്തിലെ വോട്ടർമാരെ കൂടി അപമാനിക്കുകയാണ് തരൂർ ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു പച്ചക്കള്ളം ഉന്നയിക്കുന്നതിന് മുന്നേ അതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് ശശി തരൂർ ഓർക്കണമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ. ഞാൻ ആർക്കാണ് പണം നൽകി വോട്ട് തേടിയതെന്ന് വിശ്വപൗരനായി സ്വയം വിശേഷിപ്പിക്കുന്ന MP ഇനിയെങ്കിലും വ്യക്തമാക്കണം. വിവിധ സാമൂഹ്യ നേതാക്കളുടെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാലാണ് ഇക്കാര്യത്തിൽ ശശി തരൂരിനോട് കാര്യങ്ങൾ പരസ്യമാക്കാൻ ആവശ്യപ്പെടുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.